കിഴക്കുനിന്ന് ഉദിച്ചുയരുന്ന കറുത്ത കൊടികൾ. നൂറ്റാണ്ടുകളായി രഹസ്യമായി കൈമാറി വന്ന ഒരു പ്രവചനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ പുരാതന പ്രവചനം ഒരുപക്ഷേ ഇന്ന് നമ്മുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമാവുകയാണെങ്കിലോ? കേൾക്കുമ്പോൾ ഒരു സിനിമയുടെ കഥ പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, ഒരൊറ്റ ചിഹ്നത്തിന് അല്ലെങ്കിൽ ഒരു കൊടിക്ക് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതാനുള്ള അത്രയും ശക്തി ഉണ്ടാകുമോ? ഇതൊരു വെറും അതിശയോക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്ന ആ പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നത് അത് സാധ്യമാണെന്ന് മാത്രമല്ല, അത് സംഭവിക്കും എന്ന് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഈ പ്രവചനങ്ങളുടെയെല്ലാം കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് യമാനി എന്നറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വരവ് അറിയിക്കുന്നത് ഈ കറുത്ത കൊടികളുടെ ഉദയമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആരാണ് ഈ യമാനി? എന്താണ് ഈ കൊടികളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം? ഇമാം അൽ ബാക്കീറിന്റെ ഈ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. യാമാനിയുടെ കൊടി മറ്റേതൊരു സാധാരണ കൊടിയുമല്ല, അത് മാർഗദർശനത്തിന്റെ കൊടിയാണെന്നാണ് പറയുന്നത്. ഇതൊരു സാധാരണ പ്രസ്താവനയല്ല. ഇതിനെ പിന്തുടരുക എന്നത് വെറുമൊരു നിർദ്ദേശമല്ല, അതൊരു കടമയാണ് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ശരി, ഈ കൊടിക്ക് ഇത്രയധികം പ്രാധാന്യമുണ്ടെങ്കിൽ പിന്നെങ്ങനെയാണ് നമ്മളിതിനെ തിരിച്ചറിയുക? ഭാഗ്യവശാൽ ഈ പ്രവചനങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായ ചില സൂചനകൾ തരുന്നുണ്ട്. ഇതാണ് ഇതിലേറ്റവും നിർണായകമായ ഒരു തെളിവ്. അബു അബ്ദുല്ല നൽകുന്ന സൂചന ശ്രദ്ധിച്ചോ? ആ കൊടിയിൽ അൽ ബൈ അ ലില്ലാഹ് എന്നെഴുതിയിട്ടുണ്ടാകും. അതിന്റെ അർത്ഥം അള്ളാഹുവിനോടാണ് കൂറ് എന്നാണ്. പ്രവാചക കുടുംബമായ അഹ്ലുൽ ബൈത്തിൽ നിന്നുള്ള ഈ കൊടിക്ക് ഇതൊരു സാധാരണ മതചിഹ്നം മാത്രമല്ല, അതിനെ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക അടയാളം തന്നെയാണ്. അപ്പോ ഇതുവരെ കിട്ടിയ വിവരങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് വെച്ച് നോക്കാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, അതിന്റെ നിറം കറുപ്പായിരിക്കും. 2, അത് വരുന്നത് കിഴക്ക് നിന്നായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത്തേത്, അതിൽ അള്ളാഹുവിനോടാണ് കൂറെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ടാവും. ഇവ 3മാണ് ആ പ്രവചനത്തിലെ വഴികാട്ടികൾ. എന്നാൽ കഥ ഇവിടെ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോവുകയാണ്. ഇത് പെട്ടെന്നൊരു ദിവസമുണ്ടാകുന്നൊരു സാധാരണ കൊടിയല്ല. നമ്മൾ പരിശോധിക്കുന്ന ഉറവിടങ്ങളനുസരിച്ച് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ചില നിമിഷങ്ങളുമായി ബന്ധമുള്ള ഒരു വലിയ പശ്ചാത്തലം ഇതിനുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ബദർ യുദ്ധത്തിൽ പ്രവാചകൻ മുഹമ്മദ് തന്നെ ഉയർത്തിയ അതേ കൊടി പിന്നീട് ബസ്ര യുദ്ധത്തിൽ ഇമാം അലി വിജയക്കൊടിയായി ഉയർത്തുന്നു. എന്നിട്ട് പ്രവചനം പറയുന്നത് അതിനുശേഷം ആ കൊടി അൽ ഖായിം എന്ന് വിളിക്കപ്പെടുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട നേതാവിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടു എന്നാണ്. ഈ ചരിത്രം ആ കൊടിക്ക് ഒരു അവിശ്വസനീയമായ പവിത്രത നൽകുന്നുണ്ട് അല്ലേ? ഈ പ്രവചനങ്ങൾ കേവലം വിവരണങ്ങൾ മാത്രമല്ല, അതിലുപരി അതൊരു ആഹ്വാനമാണ്. വളരെ അടിയന്തരവും വ്യക്തവുമായൊരു കൽപ്പന അതിലടങ്ങിയിട്ടുണ്ട്. ഈ കൽപ്പനയുടെ ഒരു തീവ്രതയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. മഞ്ഞിലൂടെ ഇഴഞ്ഞാണെങ്കിലും, അതായത് എത്ര വലിയ തടസ്സങ്ങളുണ്ടായാലും അവരോട് കൂർ പുലർത്തണമെന്നാണ് പ്രവചനം പറയുന്നത്. ഈ ആഹ്വാനം എത്രത്തോളം നിരുപാധികമാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത് ശാരീരികമായ കഷ്ടപ്പാടുകളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ആ ഒരു രൂപകം ഈ പ്രവചനത്തിലെ ആഴമേറിയ ഒരു സത്യത്തിന് അടിവരയിടുകയാണ്. ഈ ആഹ്വാനത്തോടുള്ള വിധേയത്വം എന്ന് പറയുന്നത് ഭൂമിയിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കുന്ന ഒന്നായിരിക്കണം. ശരി, ഇതുവരെ നമ്മൾ പുരാതന ഗ്രന്ഥങ്ങളിലൂടെയും പ്രവചനങ്ങളിലൂടെയുമാണ് സഞ്ചരിച്ചത്. എന്നാൽ ഇനി നമ്മൾ നേരെ വർത്തമാനകാലത്തേക്ക് ഒരു കുതിച്ചുചാട്ടം നടത്താൻ പോവുകയാണ്. കാരണം നമ്മൾ പരിശോധിക്കുന്ന ഉറവിടങ്ങൾ വാദിക്കുന്നത് ഇതൊരു നഷ്ടപ്പെട്ട ചരിത്രമല്ല, മറിച്ച് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നാണ്. ഇവിടെയാണ് ഈ വിഷയം തികച്ചും ഇന്നത്തെ കാലവുമായി ബന്ധപ്പെട്ടതാവുന്നത്. നമ്മൾ വിശകലനം ചെയ്യുന്ന രേഖകൾ വളരെ ധീരമായ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതായത്, ഈ പ്രവചനത്തിലെ എല്ലാ നിബന്ധനകളും പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു, അതും ഇമാം അഹമ്മദ് അൽ ഹസന്റെ നേതൃത്വത്തിലുള്ള ഒരു ആധുനിക പ്രസ്ഥാനത്തിലൂടെ. അപ്പോ ഉറവിടം കാര്യങ്ങൾ വളരെ ലളിതമായി വരച്ചു കാട്ടുന്നുണ്ട്. കിഴക്ക് നിന്നുള്ള അള്ളാഹുവിനോടാണ് കൂറ് എന്ന് രേഖപ്പെടുത്തിയൊരു കറുത്ത കൊടിയാണ് പ്രവചനം ആവശ്യപ്പെടുന്നത്. അഹമ്മദ് അൽ ഹസന്റെ പ്രസ്ഥാനത്തിന്റെ കൊടി ഈ 3 നിബന്ധനകളും കൃത്യമായി പാലിക്കുന്നു എന്നാണ് ഇവിടെ ഉന്നയിക്കുന്ന വാദം. ഇതൊരു നേരിട്ടുള്ള താരതമ്യം തന്നെയാണ്. അപ്പോ പുരാതന പ്രവചനങ്ങളിലൂടെ സഞ്ചരിച്ച് അവ ഇന്ന് എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്ന് കണ്ടതിനുശേഷം നമ്മുടെയെല്ലാം മുന്നിൽ വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം ബാക്കിയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട ഈ കഥകൾക്ക് എന്തുകൊണ്ടാണ് ഇന്നും ഇത്രയധികം ശക്തി? എന്തുകൊണ്ടാണ് ഈ പ്രവചനങ്ങൾ 21ാം നൂറ്റാണ്ടിലും പുതിയ പ്രസ്ഥാനങ്ങൾക്ക് തീ കൊളുത്തുകയും ഒരുപാട് മനുഷ്യരുടെ ചിന്തകളെ സ്വാധീനിക്കുകയും ചെയ്യുന്നത്? ഈ ഒരു ചിന്തയുമായി ഇന്നത്തെ ഈ വിശകലനം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു.